ഇന്നത്തെ നമ്മുടെ പരിപാടി ഉണ്ടല്ലോ, പണ്ടത്തെ പുതിയാപ്പിള ചിക്കൻ, ഇപ്പോഴത്തെ പറുദീസ ചിക്കൻ. ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇറ്റ്സ് യുവർ മുനീർ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ, ഒരു ഫുൾ ചിക്കനാണ്, 1 കിലോൻ്റെ ചിക്കൻ. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അത് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും കട്ട് ചെയ്യുക, കഴിയുന്നത്ര ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ കട്ടിങ് അങ്ങനെ പൂർത്തിയായി. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, പിന്നെ മല്ലിയില കുറച്ച് ആവശ്യത്തിനുള്ളത്, 4 പച്ചമുളക്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല കുറച്ച്, മന്തി മസാല 1 ടീസ്പൂൺ, ഒരു മാഗി ക്യൂബ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് സുറുക്ക വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും. ഇതിനെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മസാലയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മസാല തക്കാളി കാപ്സിക്കം നന്നായി പിടിക്കണം. ഒരു കാര്യം മറന്നു കേട്ടോ, ഉപ്പിടാൻ മറന്നു, നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വച്ചെടുക്കാം. ഇനി നമുക്ക് ആ ചിക്കനിലോട്ട്, നമ്മൾ മുറിച്ച് വെച്ച ചിക്കനില്ലേ, അതിലോട്ട് ഈ മസാല അങ്ങ് നന്നായി പിടിപ്പിച്ച് കൊടുക്കാം. ആ മുറിവിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഒന്ന് വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മസാല ചിക്കനിലോട്ട് ശരിക്കും പിടിച്ചു വരും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ചിക്കനിലോട്ട്. ഇനി ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ഈ ചിക്കൻ ഒരു കുക്കർ എടുത്ത് അതിൽ ഓയിലൊന്നും ഒഴിക്കുന്നില്ലേ, ആ ചിക്കൻ അങ്ങ് വെച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ 2 വിസിലാണ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റീമൊക്കെ പോകുന്നവരെ അവിടെ വെക്കട്ടെ. നമുക്കൊന്ന് കാഷ്യൂ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. അതുപോലെ കാഷ്യൂ ഒരു മിക്സറിലിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. നമ്മൾ പേസ്റ്റ് റെഡി. ഇനി നമ്മൾ മസാല, ബാക്കി മസാല ഇല്ലേ ചിക്കനിലല്ല നമ്മൾ കുക്കറിലിടാത്ത ബാക്കി മസാല ഇട്ട് അതൊന്ന് വേവിക്കാം. അത് നന്നായി ഒന്ന് വേവിക്കണം കേട്ടോ, അതിൻ്റെ മസാല പച്ചമണൊക്കെ പോകണം. നമ്മൾ കുക്കറിൽ ചിക്കൻ ഇവിടെ റെഡിയായി നോക്കിയാൽ നല്ല അടിപൊളിയാകുന്നുണ്ട്. അതിൻ്റെ വിങ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഒരു വിങ്സ് എന്നിട്ട് നല്ല അടിപൊളിയായി വെന്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആവും. പിന്നെ നമ്മളെ മസാല അതിലുള്ള വെള്ളമൊക്കെ മറ്റേ ബാക്കി ചൂടാക്കിയ വേവിച്ച മസാല ഇല്ലേ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 10 മിനിറ്റ് മതി ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ തന്നെ ചെയ്യുമ്പോൾ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. കുക്കറിലാകുമ്പോൾ പെട്ടെന്നായി വരും. നമുക്ക് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിനെ മറിച്ച് തിരിച്ചിട്ട് കൊടുത്തു. തോലൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന ഒന്ന് മറിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ആ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും കേട്ടോ, കുറേ ഗ്രേവി അല്ല, കുറച്ചുണ്ടാവും. ആവശ്യത്തിന് നമുക്ക് പൊറോട്ടയോ നെയ്ച്ചോറൊക്കെ തിന്നുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ അതിൻ്റെ മുകളിൽ നമ്മളെ കാഷ്യൂ പേസ്റ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റായി വരും. നോക്കിയേ നമ്മൾ ചിക്കൻ നോക്കിയ പുതിയാപ്പിള ചിക്കൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ അണ്ടിപ്പരിപ്പിക്ക മസാലയിലില്ലേ, അണ്ടി പേസ്റ്റൊക്കെ നന്നായി ഒന്ന് പിടിച്ചാൽ നമ്മൾ സംഭവം റെഡി ആയിപ്പോൾ. നോക്കി നമ്മൾ സാധനം അടിപൊളി വന്നിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം, പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക്. നോക്കിയേ, മാഷാ അല്ലാ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കി ആ ഗ്രേവി അതും കൂടി, ആ മസാല ഇല്ല അതും കൂടി വെച്ച് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് മസാലയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ, പുതിയാപ്പിള ചിക്കൻ അല്ലെങ്കിൽ പറുദീസ ചിക്കൻ, ഇപ്പോഴത്തെ പറുദീസ ചിക്കൻ എന്നൊക്കെ ഇതിന് പറയാം, അത് റെഡി ആയിരിക്കും. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊട്ടി വരും ചിക്കനൊക്കെ. അടിപൊളി ടേസ്റ്റായിരുന്നു മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.